ജനനം കൊണ്ടോ രൂപം കൊണ്ടോ അല്ല മഹത്വം സ്വീകരിക്കുന്നത് എന്നതാണ് ആദം നബിയുടെയും ഇബ്ലീസിന്റെയും ഇടയിലുണ്ടായ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു ആദം നബിക്ക് രൂപവും ജീവനും നൽകി. അതിനുശേഷം ലോകത്തുള്ള സകല വസ്തുക്കളുടെ പേരുകളും അവയെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങളും അള്ളാഹു ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതു കഴിഞ്ഞ് മലക്കുകൾക്ക് ആ വസ്തുക്കളെ കാണിച്ചു കൊടുക്കുകയും അവയുടെ പേരുകൾ പറയാൻ പറയുകയും ചെയ്തു. അവയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത മലക്കുകൾ റബ്ബിനോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതല്ലാതെ മറ്റൊരു അറിവും ഞങ്ങൾക്കില്ല. പിന്നീട് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പറഞ്ഞു, ആദമേ, അവയുടെ നാമങ്ങൾ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം അവയുടെ നാമങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീട് അള്ളാഹു എല്ലാ മലക്കുകളോടും ആദം നബിയെ സാഷ്ടാംഗം നമിക്കാൻ കൽപ്പിച്ചു. ഇബ്ലീസിനൊഴിച്ച് ബാക്കി എല്ലാ മലക്കുകളും ആദം നബിയെ സുജൂദ് ചെയ്തു. ഇബ്ലീസിന്റെ അഹങ്കാരം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. മണ്ണിനേക്കാൾ ഉത്തമമാണ് തീയെന്ന് വാദിച്ച് ആദം നബി അലൈഹിസ്സലാമിന് ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. സുജൂദ് നിർവഹിക്കാത്ത ഇബ്ലീസിന്റെ അവസ്ഥ വളരെ ദുർബലമാണ്. വളരെ നല്ലവനായിരുന്നു ഇബ്ലീസ്. അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കി. ആദം നബി കാരണമാണ് സ്വർഗത്തിൽ നിന്ന് താൻ പുറത്തായതെന്ന വിചാരം ഇബ്ലീസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദമിനെയും അവന്റെ സന്തതികളെയും വഴിപിഴപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുവാനുള്ള അനുവാദം അള്ളാഹുവിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്.